കിഫ്ബി മസാല ബോണ്ടിലെ ഫെമ നിയമലംഘന സമൻസ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടി. മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യം ഇ.ഡി. ബോധ്യപ്പെടുത്തണമെന്ന് സിംഗിൾ ബെഞ്ച്. ഇതിനാവശ്യമായ രേഖകൾ ചൊവ്വാഴ്ച ഹാജരാക്കണമെന്നും ഇ.ഡിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇ.ഡിക്ക് ഒരിഞ്ച് വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ പ്രതികരണം. ഇ.ഡിയുടെ സമൻസ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യം ഇ.ഡി ബോധ്യപ്പെടുത്തണം. കുറഞ്ഞപക്ഷം കോടതിയെങ്കിലും ബോധ്യപ്പെടുത്തണം. ഇതിന്റെ രേഖകൾ ചൊവ്വാഴ്ച ഹാജരാക്കണമെന്നും ഇ.ഡിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. അറസ്റ്റ് പോലെയുള്ള നിയന്ത്രണ നടപടികൾ പാടില്ലെന്ന ഉത്തരവ് ഹൈക്കോടതി നീട്ടി. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ ജയ്ദീപ് ഗുപ്ത, അരവിന്ദ് പി ദത്താർ എന്നിവരാണ് കിഫ്ബിക്കും തോമസ് ഐസക്കിനും വേണ്ടി ഹാജരായത്. മസാല ബോണ്ട് തീരുമാനമെടുത്തത് കിഫ്ബി തന്നെയാണെന്നും വൈസ് ചെയർമാന് തീരുമാനത്തിൽ പങ്കില്ലെന്നും ഹർജിക്കാരുടെ അഭിഭാഷകർ വിശദീകരിച്ചു. ഡോക്ടർ ടി.എം. തോമസ് ഐസക്കും കിഫ്ബിയും നൽകിയ ഹർജി ജസ്റ്റിസ് ടി.ആർ. രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ഇ.ഡിക്ക് ഒരിഞ്ച് വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ പ്രതികരണം. അടുത്ത സിറ്റിംഗിൽ തെളിവ് ഹാജരാക്കാമെന്ന് ഇ.ഡി പറയുന്നു. എന്തുകൊണ്ട് തന്നെ വിളിപ്പിക്കണമെന്ന് കോടതി ഇ.ഡിയോട് ചോദിച്ചു. എന്താണ് ഇ.ഡിയുടെ വിശദീകരണമെന്ന് തനിക്ക് കേൾക്കണമെന്നുമായിരുന്നു ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ പ്രതികരണം. ഒരു ഇഞ്ച് ഇ.ഡിക്ക് വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ ഏജൻസി മാത്രമാണ്. എക്സ്റ്റോർഷൻ ഇൻസ്ട്രുമെന്റ് ആണ് ബി.ജെ.പിയുടെ. റിപ്പോർട്ടർ, കൊച്ചി, പത്തനംതിട്ട.